ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തായാലും ഒത്തിരി ഒന്നും പറയേണ്ടി വരത്തില്ല, കാരണം നമ്മൾ ഓൾറെഡി ലൈവ് മാർക്കറ്റിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. എല്ലാം ലൈവിൽ നമ്മളൊരു ട്രേഡ് എടുത്തു, വിജയിച്ചു. അങ്ങനെ 2 ട്രേഡ് എടുത്തില്ലേ, 2 ട്രേഡ് നമ്മളെടുത്തു. ഓക്കെ, അപ്പം പിന്നെ ഒത്തിരി പറയേണ്ട കാര്യമില്ല. കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് 3-4 മണിക്കൂർ അവിടെ സംസാരിച്ച് നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കാരണം കുറേ കാര്യങ്ങൾ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് സമയം പോലെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിവിടെ ഐ ബട്ടണിൽ അത് ഇട്ടേക്കാം. ഓക്കെ, നിങ്ങളത് കണ്ടാൽ ഉപകാരമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് മിഡ് ക്യാപ്പിനെ പറ്റി ഒന്ന് പറഞ്ഞു തരാം. മിഡ് ക്യാപ്പ് നമ്മൾ വരച്ച പോലെ തന്നെ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പണായി. ഇതിൻ്റെ മുകളിലാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിന് ശേഷം വന്ന് കറക്റ്റ് നമ്മുടെ ലൈനിൽ സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്തതിന് ശേഷം നേരെ ഒരു റാലി, ഒരു വൺ റാലി നമുക്ക് കിട്ടി. റാലിക്ക് നേതൃത്വം കൊടുത്തത് പെർസിസ്റ്റൻ്റ് സിസ്റ്റവും കോഫോർജും ആണ്. ഈ 2 പേരാണ് റാലിക്ക് നേതൃത്വം കൊടുത്തത്. ഒത്തിരി ഒന്നും പറയാനില്ല. നേരെ മാർക്കറ്റ് പോയി നമ്മുടെ ലെവലിലെത്തി. അവിടുന്ന് നേരെ സസ്റ്റെയിൻ ചെയ്തു. സസ്റ്റെയിൻ ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇനി നാളെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇനി ഈ ലൈനിന് പ്രസക്തിയില്ല. ഈ ലൈനിൻ്റെ സെറ്റപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി നാളെ നമുക്ക് നാളെ ഉള്ള ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സപ്പോർട്ട് ഇതായിട്ടും നമ്മുടെ റേഞ്ച് ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഈ 2 റേഞ്ചിനകത്തിൽ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്? 12,163, 177 മാർക്കറ്റ്. അതായത് ഇവിടെയാണ് മാർക്കറ്റ്, ഏകദേശം ഇതിന് നടുക്കാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് നോക്കിയിട്ട് ബാക്കിയെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇവിടുന്ന് മാർക്കറ്റ് എങ്ങോട്ട്, മേലോട്ടോ താഴോട്ടോ, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, മുകളിലോട്ടോ താഴോട്ടോ, ഇത് എക്സ്ട്രായാണ്. ഇവിടുന്ന് ഇതൊരു റെസിസ്റ്റൻസായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് അതങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, ഒത്തിരി ഒന്നും പറയാനില്ല. ഓക്കെ, ഇത് മേജർ സംഭവം, മെയിൻ സാധനം 12,558. അവിടം വരെ പോകും നോക്കിയാൽ മതി. താഴോട്ട് നമുക്ക് ഒത്തിരി പറയാനില്ല. നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ നീ ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നേരെ താഴോട്ട്, അടുത്തത് ഇവിടുന്ന് ഇങ്ങോട്ട് വീണാൽ ഇതെല്ലാം റെഡാക്കിയേക്കാം. ഓക്കെ, അടുത്തത് ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കാനുണ്ട്. ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മിഡ് ക്യാപ്പിന്. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല അതിനെപ്പറ്റി. ഇനി നമുക്ക് നേരെ നമ്മുടെ നിഫ്റ്റിയിലോട്ട് വരാം. നിഫ്റ്റിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ലെവലുകളൊക്കെ റെസ്പെക്റ്റ് ചെയ്താണ് മാർക്കറ്റ് മുന്നോട്ട് പോയത്. നമ്മൾ ലൈവ് ട്രേഡിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. മാർക്കറ്റ് നമ്മുടെ റേഞ്ചിൽ തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നു ഇവിടെ ഇങ്ങനെ കളിച്ചപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലിൻ്റെ ആ 5 മിനിറ്റ്സ് ക്യാൻഡിൽ ഇവിടെ വന്നു. നമ്മുടെ ക്രൈറ്റീരിയ ഫുൾഫില്ലായി. അതുകൊണ്ട് നിങ്ങളിവിടെ ട്രേഡ് എടുത്തു. പക്ഷേ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു അല്ലേ? കാരണം ഞാനിത് ലൈവ് മാർക്കറ്റ് ഓൾറെഡി പറഞ്ഞിരുന്നു. നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ട്രേഡ് ഇല്ല. നമുക്ക് ട്രേഡ് മേലോട്ടാണ് ഞാൻ ട്രേഡ് നോക്കുന്നുള്ളൂ, താഴോട്ട് ഞാൻ ട്രേഡ് നോക്കുന്നില്ല എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നല്ലൊരു ക്യാൻഡിൽ കിട്ടി. അപ്പോൾ നമുക്കിവിടെ പക്ഷേ ഇവിടെ ഒരു എൻട്രി ഇല്ലാതായിപ്പോയി അല്ലേ? നമുക്കൊരു എൻട്രി ഇല്ലാതായിപ്പോയി. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്നപ്പോൾ ഇത് തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുന്നൊരു ട്രേഡ് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം മാർക്കറ്റ് ഇവിടം വരെ പോയി അല്ലേ? ഞാൻ ഓൾറെഡി കറക്റ്റ് സ്ഥലം വരെ പറഞ്ഞു. 223, 240, 50 നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് നിങ്ങൾ അതിനിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങി. അതിനുശേഷം മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇവിടുന്ന് ഒരു പി ട്രേഡ് എടുത്തില്ലേ? ഈ ഒരു ബോക്സ് വരച്ചു. ഇനി ബോക്സിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മളൊരു പി ട്രേഡ് എടുത്ത് മാർക്കറ്റ് ഇവിടം വരെ പോയതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു പി ട്രേഡ് എടുത്ത് നമുക്ക് ഇത്രയും പോയിന്റ് നമുക്ക് കിട്ടി ഇല്ലേ? അവിടെ നമുക്ക് പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ വന്ന് ട്രേഡൊക്കെ നമ്മൾ എടുത്തു, ചെറിയ ട്രേഡുകൾ, അവരവരുടെ മനോഗതം പോലെ നമ്മൾ ട്രേഡ് എടുത്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം വളരെ വിജയകരമായിട്ട് 1-2 ട്രേഡ് നമ്മൾ ചെയ്തു. നമ്മൾ ഒന്നിച്ച് ഡിസ്കസ് ചെയ്തു ഓരോരോ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ഡിസ്കസ് ചെയ്തു. ഓക്കെ,
അപ്പോൾ അതുകൊണ്ട് ഇനി കൂടുതലൊന്നും സംസാരിക്കാൻ എന്താ താല്പര്യമില്ല. അപ്പോൾ നാളത്തെ ലെവലുകൾ നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത്. നാളത്തെ ലെവലുകൾ ഇതെല്ലാം കട്ട് ചെയ്ത് കളയാം. ഇതൊരു ലെവലാണ്, ഇതൊരു ലെവലാണ്. ഈ ലെവലിനിടയ്ക്ക് നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇത് മതി. ഇത് രണ്ടാണ് നമ്മുടെ ലെവലുകൾ. ബാക്കിയെല്ലാം നമുക്ക് റെഡാക്കാം. ഞാനിത്ര ശാന്തമായിട്ട് സംസാരിക്കുന്ന പറയും, നിങ്ങൾ കാണാതിരിക്കില്ല കേട്ടോ. ഓക്കെ, അപ്പം മാർക്കറ്റ് ഇനി ഇവിടുന്ന് ബ്രേക്ക് ചെയ്യും. ഇവിടെ ഒരു മേജർ സംഭവമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഡൗൺ ട്രെൻഡ് ലൈനാണ്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നോക്കുക. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യും, ഈ ലെവലും കൂടെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് റാലി കിട്ടും. പക്ഷേ നാളെ ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുമോ ഇല്ലെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ജപ്പാൻ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഫോളിനുള്ള സാധ്യത ഉണ്ട്. അത് നാളെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ സംഭവം വരും. അപ്പം അതൊരു ഇമ്പോർട്ടൻറ്റ് സംഗതിയാണ്. അപ്പോൾ അത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ രാവിലെ അറിയാം, അതിൻ്റെ കറക്റ്റ് കാര്യം. ഓക്കെ, ഇനി എന്തായാലും വരച്ച് വെക്കാം. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട്, മൂന്നാമത്തെ ടാർഗറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട്, നാലാമത്തെ ഇങ്ങനെ. നാളെ ഫോള് കിട്ടുവാണെങ്കിൽ ഭയങ്കര ഫോളായിരിക്കും കേട്ടോ. ബ്ലഡ് ബാത്ത് എന്നൊക്കെ പറയാം വേണമെങ്കിൽ. അങ്ങനെ പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അടുത്തത് നമുക്ക് ഈ ട്രെൻഡ് ലൈനാണ്. ട്രെൻഡ് ലൈൻ വരെ വരുമോ എന്ന് നമുക്ക് നോക്കണം. ഇവിടെ കിടന്നോട്ടത് ചിലപ്പം ഒരു പക്ഷെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നാളത്തെ ലെവലുകൾ. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം സിറ്റുവേഷൻ പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് നാളത്തെ ലെവലുകൾ. അപ്പം ഞാനൊരു സ്പെഷ്യൽ വീഡിയോ വേറെ ഈ ആഴ്ച ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത് ഇവിടെ കൊണ്ട് നിൽക്കട്ടെ. നാളെ നമുക്ക് രാവിലെ കാണാം. എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നിങ്ങൾ ആ ലൈവ് എല്ലാവരും കാണാൻ ശ്രമിക്കണേ. ഞാൻ ഐ ബട്ടണിൽ ഇട്ടേക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.